പ്രൈസ് ലോർഡ്. രാത്രി നമുക്ക് വീണ്ടും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അപ്പൊ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ടു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട്, അപ്പൊ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് നമ്മൾ അവിടെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വാക്യം വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളെ ഒക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. ഇവിടെ പറയുന്നത് കർത്താവിന്റെ സൃഷ്ടി വിവരണം, എല്ലാത്തിനെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് ഇവിടെ പറയും. അവിടെ ഒരു സൃഷ്ടിയെ കുറിച്ച് വിവരിച്ചു പറഞ്ഞിട്ട് അവിടെ അതിന്റെ എൻഡ് 31-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? വാക്യം വായിക്കാം. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവം എല്ലാറ്റിനെയും നോക്കിയിട്ട് അത് എത്രയും നല്ലത് എന്ന് കണ്ടു. എല്ലാറ്റിനെയും നോക്കിയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവ് എല്ലാറ്റിനെയും നോക്കിയിട്ട് ഏറ്റവും നല്ലതെന്ന് കണ്ടു. ഏറ്റവും നല്ലതെന്ന് കണ്ടു. ഏറ്റവും നല്ലതെന്ന് കണ്ടവനായ ദൈവം ഏറ്റവും നല്ലത് എന്ന് കണ്ടു എന്ന് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ, പിന്നെ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം നമുക്ക് വായിക്കാം. 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 6-ാം വാക്യവും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം 6-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അതവന്റെ ഹൃദയത്തിൽ ദുഃഖമായി. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ഹൃദയത്തിൽ അനുതപിച്ചു എന്ന് പറഞ്ഞാൽ റിപ്പന്റ് എന്നാ പറയുന്നത്. റിപ്പന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ചെയ്തല്ലോ, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെ അവസ്ഥയായി തീർന്നു. അപ്പോഴവിടെ വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കണം, മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. മറ്റൊരു സൃഷ്ടിയെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല. മൃഗങ്ങളെ കുറിച്ച് കുഴപ്പമില്ല, സൂര്യനെ കുറിച്ച് കുഴപ്പമില്ല, ചന്ദ്രനെ കുറിച്ച് കുഴപ്പമില്ല, നക്ഷത്രങ്ങളെ കുറിച്ച് കുഴപ്പമില്ല, നദികളെ കുറിച്ച് കുഴപ്പമില്ല, വൃക്ഷങ്ങളെ കുറിച്ച് കുഴപ്പമില്ല. നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം നോ പ്രോബ്ലം, അവിടെ ജീവന്റെ വൃക്ഷഫലം നോ പ്രോബ്ലം. പക്ഷെ ഒരു കുഴപ്പം, മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഹൃദയത്തിന് വ്യസനമായി തീർന്നു. അപ്പൊ അവന്റെ ഹൃദയത്തിന് അനുതാപം ഉണ്ടാകുന്നത് പോലെ, ഹൃദയത്തിൽ വ്യസനം ഉണ്ടാകുന്ന പോലെ ആയിത്തീർന്നത് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ സൃഷ്ടി സംബന്ധമായ വിവരത്തിലാണ് അവിടെ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ മനസ്സില് അനുതപിച്ചവനായ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അനുതപിച്ചവനായ ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആമേൻ, ദൈവം
തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാ? ഏത് മനുഷ്യൻ നിമിത്തമാണോ ഹൃദയം വേദനപ്പെട്ടത്, ആ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ കാലഘട്ടത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. റോമാലേഖനം 9:4. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ അന്നത്തെ കാലത്ത് ആ ജനം നയിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ന്യായപ്രമാണത്താലാണ്. ന്യായപ്രമാണമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അപ്പൊ അങ്ങനെ ആ പ്രധാനപ്പെട്ട അടിസ്ഥാനം അവർക്ക് നിലനിൽക്കെ അവിടെ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പുത്രത്വം, ന്യായപ്രമാണം, വാഗ്ദത്തം, കൽപ്പനകൾ, ആരാധന, ഇതെല്ലാം അവർക്കുള്ളതാണ്. ആർക്കാം? യഹൂദന്മാർക്ക്. അവർ ഇസ്രായേല്യർ. അപ്പോഴ് അങ്ങനെ ഇരിക്കെ യേശുവിനെ അവരുടെ നടുവിലേക്കാണ് അയച്ചത്. അവരുടെ നടുവിലേക്ക് അയച്ചപ്പോ അവിടെ മുഴങ്ങിക്കേട്ട 2 ശബ്ദത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒന്നാമത്തെ കാര്യം ലൂക്കോസിന് സുവിശേഷം അതിന്റെ 2-ാമത്തെ അധ്യായത്തില്, ലൂക്കോസിന് സുവിശേഷം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ആമേൻ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിന്റെ 10-ാം വാക്യം, ലൂക്കോസ് 2:10. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതിന്റെ തന്നെ 30-31 വാക്യങ്ങൾ. 30-31 വാക്യം. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ശിമയോൻ വർഷങ്ങളായി ദേവാലയത്തിൽ പാർത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ആത്മനിയോഗത്താൽ ദേവാലയത്തിലെത്തിയ ആളാ. ആത്മാവിൻ നിയോഗത്താൽ ദേവാലയത്തിലെത്തിയ ശിമയോൻ യേശു എന്ന കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് അവിടെ പറഞ്ഞൊരു വാക്കാണ്. എന്താ പറഞ്ഞത്? അവിടെ പറഞ്ഞ വാക്ക് ഇതാണ്: സകല ജാതികൾക്കും ഒരുക്കിയ രക്ഷ എന്റെ കണ്ടു. എല്ലാവർക്കും ഒരുക്കിയ രക്ഷ. അപ്പൊ ഇവിടെ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടയന്മാരോട് പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം. ഇവിടെ പറയുന്നത് എന്താണ്? സകല ജാതികൾക്കും ഒരുക്കിയ മഹാസന്തോഷം. അപ്പൊ ഇവിടെ ഈ 2 ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് യഹൂദന്മാർക്ക് മാത്രമുണ്ടായിരുന്ന ആരാധന, യഹൂദന്മാർക്ക് മാത്രമുണ്ടാകുന്ന ആത്മീകമായിട്ടുള്ള എന്താ പറയുന്നത് പ്രത്യേകതകളെ മുഴുവൻ ഇവിടെ എടുത്തു പറയുകയാണ്. എന്ത് നൽകപ്പെട്ടു? ഇവിടെ സർവ്വജനത്തിനും സകല ജാതികളിലേക്കും ആ ഒരു പദവിയെ, ആ ഒരു അവസ്ഥയെ, ആ ഒരു ബ്ലെസ്സിങ്ങിനെ, ആ ഒരു പ്രിവിലേജിനെ സകല ജാതികളിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സകല ജാതികളിലേക്കും കൊണ്ടുവന്നപ്പോ ന്യായപ്രമാണം ആർക്കുള്ളതാ? യഹൂദന്മാർക്കുള്ളതാ. ന്യായപ്രമാണം യഹൂദന്മാർക്കുള്ളത് അല്ലേ? ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അടുത്ത വാക്യത്തിലേക്ക് പോകാം. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും കൂടെ ഒന്ന് വായിച്ചു കേൾക്കാം. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചു കേൾക്കാം. 9-ാം അധ്യായത്തിന് 4-ാം വാക്യം, 3-ാം അധ്യായത്തിന് 1-ാം വാക്യം. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും റോമാലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. എന്നാൽ യഹൂദന് എന്ത് പരിശോധന, എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിശോധനാൽ എന്ത് പ്രയോജനം? അടുത്ത വാക്യം കൂടെ. സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെ. അപ്പോ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാലോ?
ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമല്ല 8-ാം വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 7-ഉം 8-ഉം വാക്യം. 7-ഉം 8. ആവർത്തന പുസ്തകം 4-ന്റെ 7-ഉം 8. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാനത് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അപ്പൊ ഇവരുടെ ജീവിതത്തിനകത്തുള്ള വലിയ പ്രൗഡ്, അഭിമാനമായിരുന്നു അവർക്ക് ന്യായപ്രമാണം ഞങ്ങളുടെ കയ്യിലാണ്. ഈ പെട്ടകം, നിയമപ്പെട്ടകം ഞങ്ങളുടെ കയ്യിൽ. നിയമപ്പെട്ടകം കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം പേടിയായിരുന്നു അന്നത്തെ കാലത്ത്. ഈ പെട്ടകമായിട്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആരും വീണ് പോകും, അത്രത്തോളം പവർഫുൾ ആയിരുന്നു ഈ പെട്ടകം. അപ്പൊ അങ്ങനെ വലിയ പെട്ടകവും വലിയ അധികാരത്തോടും വലിയ ശക്തിയോടും കൂടെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടത്തില് ന്യായപ്രമാണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. എന്താണ് കർത്താവ് യേശുവിനോടുണ്ടായിരുന്ന അവരുടെ ഏറ്റവും വലിയ പ്രശ്നം? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യം, John 5:18. അവർക്ക് യേശുവിനോടുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയാസം, 2 പ്രയാസങ്ങൾ അവിടെ പറയുന്നത്. 5-18. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. 16-ാം വാക്യം. യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശുവിനെ അവർ ഉപദ്രവിക്കാനുള്ള ശബത്ത് ദിവസം ഇവൻ ഇങ്ങനത്തെ പണി ചെയ്യുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ശബത്ത് ദിവസം ഇങ്ങനത്തെ കാര്യം ചെയ്യുന്ന ആളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായ കൊണ്ടു ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഞങ്ങൾക്കറിയാത്ത ന്യായപ്രമാണം ശബത്ത് ദിവസത്തെ ലംഘിക്കുന്ന ആള് ഞങ്ങൾ സമ്മതിക്കത്തില്ല ദൈവത്തിൽ നിന്നാ വന്നതെന്നൊന്നും. അവര് പറയാ അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്നാണ് ന്യായപ്രമാണം അനുസരിക്കുമെന്നേ. ന്യായപ്രമാണം അനുസരിക്കാത്ത ഒരാൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാന്ന് ഞങ്ങളുടെ അടുത്ത് പറയരുത്, ഞങ്ങളത് അംഗീകരിക്കത്തില്ല. അപ്പൊ ഈ ന്യായപ്രമാണം ഇവർക്ക് വലിയ കാര്യമായിരുന്നു. അപ്പൊ യേശുവിനെ ക്രൂശിൽ കൊണ്ടുപോയി ക്രൂശിക്കുന്ന സമയത്തും അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ന്യായപ്രമാണം നിമിത്തം ഇവൻ ചെയ്തതെല്ലാം തെറ്റാണ്, അതുകൊണ്ട് ഇവനെ ശിക്ഷിച്ചേ പറ്റൂ. അവരവിടെ ബഹളം വെച്ചൊരു കാര്യം ഇതാ, ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇവൻ തന്നെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇവനെ ന്യായപ്രമാണം അനുസരിച്ച് ശിക്ഷിക്കണം. അപ്പോ ഇതെല്ലാം ആരും ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഇരിക്കെ യേശുവിനെ കുറിച്ച് റോമാലേഖനം 10:4 ഒരു വാക്യം പറയുന്നുണ്ട്. 10:4 ആവർത്തനം 10 റോമാലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. റോമൻസ് 10:4. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ എൻഡ്. Christ is the end. ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ എൻഡ്. ആമേൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? യേശു ന്യായപ്രമാണത്തിന്റെ അവസാനമായതുകൊണ്ടുള്ള പ്രയോജനം എന്താ? വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ. അപ്പൊ അവിടെ സംഭവിച്ച കാര്യം എന്താണ്? യേശു ക്രിസ്തുവിലൂടെ ഒരു കാര്യം സംഭവിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ന്യായപ്രമാണം അവസാനിച്ചു. അപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് ന്യായപ്രമാണം അവസാനിച്ചു, ഇനി ഞങ്ങൾക്ക് ഏത് രീതിയിലും ജീവിക്കാം. അല്ല. അപ്പൊ അവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഒന്ന് വായിക്കാമോ? റോമർ 8:4. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ അവിടെ നമുക്ക്
അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഞാനൊരു വാക്യം ഓക്കെ, രണ്ടാമത്തെ വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഇതുവരെ പ്രമാണം എഴുതപ്പെട്ട് കൽപ്പലകയിൽ എഴുതി കൊടുത്ത് അനുസരിച്ച് ജീവിച്ചൊരു കാലഘട്ടം അത് കഴിഞ്ഞു. പക്ഷേ ഞാൻ വേറൊരു പ്രമാണത്തിന് കീഴില്ല. എന്താ? ആത്മപ്രമാണം. എന്താണ് ആത്മാവിന്റെ പ്രമാണം? നിങ്ങൾ പ്രമാണമാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. പ്രമാണമാണെന്നൊന്നും വിചാരിക്കരുത്. ഇതിനെ പ്രമാണമായിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെങ്ങിൽ നിന്ന് തേങ്ങ വരുന്നത് പ്രമാണമാണോ, നാച്ചുറൽ ആണോ? തെങ്ങിൽ തേങ്ങ കായ്ക്കുന്നത് പ്രമാണമാണോ, നാച്ചുറൽ ആണോ? പറഞ്ഞേ. ആന തടി വലിക്കുന്നത് അയ്യോ ആന തടി വലിച്ചു, നാച്ചുറൽ ആണോ, അസാധാരണമായ കാര്യമാണോ? സാധാരണ കാര്യം. ഒരു പരുന്ത്, കഴുകൻ പറന്നു ഉയരത്തിലെത്തി, നാച്ചുറൽ ആണോ, സൂപ്പർ നാച്ചുറൽ ആണോ? നാച്ചുറൽ. ഒരു മീൻ വെള്ളത്തിനകത്ത് നീന്തി, അയ്യോ ആ മീൻ വെള്ളത്തിൽ എത്ര മണിക്കൂറാ കടന്നെന്നറിയാമോ? അത് നാച്ചുറൽ ആണ്. പറയട്ടെ, പ്രമാണം എന്ന് പറയുമ്പോ ന്യായപ്രമാണം നാച്ചുറൽ അല്ല. കാരണം എന്താണെന്നറിയാമോ? അത് ഒന്ന് പറയുന്നു, അതനുസരിക്കാൻ കഴിയാത്തൊരു ജഡമാണ് എനിക്കുള്ളത്. പക്ഷേ ആത്മപ്രമാണത്തിന്റെ ഗുണം എന്നാന്നറിയാമോ? ഹല്ലേലൂയ. ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ ആ പ്രമാണത്തിൽ നിൽക്കുക. അതുകൊണ്ട് ഇതൊരു സൂപ്പർ നാച്ചുറൽ ഒന്നുമല്ല, നാച്ചുറൽ ആണ്. കാരണം ആത്മാവ് എന്നിൽ വസിച്ചിട്ട് എന്നെ സകല സത്യത്തിലും വഴി നടത്തുകയാണ്. ഇതെന്റെ കഴിവും പ്രാപ്തിയൊന്നുമല്ല, എന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഇത് ചെയ്യുക. അപ്പൊ ജഡത്തിന്റെ പ്രമാണം മാറി, ന്യായപ്രമാണം തീർന്നു. വിശ്വസിക്കുന്നവന് നീതി ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ എൻഡ്. അപ്പൊ അങ്ങനെ സംഭവിച്ചിടത്താണ് നമ്മൾ ഈ വായിച്ചതായ 2 കൊരിന്ത്യർ 5:17 പ്രാധാന്യത്തിലേക്ക് വരുന്നത്. 2 കൊരിന്ത്യർ 5:17 നമ്മളിപ്പോ വായിച്ച വാക്യം എന്താ പറയുന്നത്? അവിടെ ഇങ്ങനെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പൊ അവിടെ വളരെ വ്യക്തതയോടെ വചനത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഇഫ് എനിവൺ ഇൻ ക്രൈസ്റ്റ്, അവൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. എന്താണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഇവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകേണ്ടത്. ഈ ലോകത്തിൽ ഇന്ന് നിങ്ങളും ഞാനും കാണുന്ന എത്ര വലിയ കാര്യങ്ങളാകട്ടെ, അതെല്ലാം കണ്ടുപിടുത്തങ്ങളാ. 2 കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം: ഡിസ്കവറി, ക്രിയേഷൻ. ഇത് രണ്ടും രണ്ടാണ്. തീ എന്ന് പറയുന്നത് ലോകത്തിൽ ഉണ്ടായിരുന്നതാണ്, ഡിസ്കവറി, കണ്ടുപിടിച്ചു. പക്ഷേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അതായത് അന്തരീക്ഷത്തിൽ മറഞ്ഞു കിടന്ന തീയെ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഡിസ്കവേർഡ്, കണ്ടുപിടിച്ചു. പക്ഷേ മനുഷ്യൻ എവിടെയോ അന്തരീക്ഷത്തിൽ ഇരുന്നതിന് ഇങ്ങനെ മറഞ്ഞിരുന്ന് ഉണ്ടാക്കിയതല്ല. ആമേൻ. ദൈവം എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ കാണാതിരുന്ന മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു. അപ്പോഴ് ഇവിടെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവൻ ഇതുവരെയും അവൻ ആരായിരുന്നു എന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ആമേൻ. ഒരു പുതിയ നിലവാരത്തിലെ ജീവിതം അവനിൽ ആരംഭിക്കുക. നമുക്കതിന് 1 യോഹന്നാന്റെ ലേഖനം, അതിന്റെ 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്നും ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു.
അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. Praise the Lord. അപ്പൊ അവിടെ മൂന്നാം അധ്യായത്തിന്റെ ആരംഭവാക്യം ഇങ്ങനെ പറയും, നാം കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ പദവിയാ കിട്ടിയിരിക്കുന്ന അറിയോ? ഭയങ്കര പ്രിവിലേജ് ആയത് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ. ഓ മൈ ഗാഡ്, ഇത് എന്നെ ദൈവമക്കൾ എന്ന് വിളിച്ചിരിക്കുക, അത് ഭയങ്കര പ്രിവിലേജാ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ആകുന്നു. ഇത് നമ്മളെങ്ങനെ വിളിച്ചത്? അബദ്ധത്തിൽ വിളിച്ചതല്ല, ഞാൻ അങ്ങനെ ആണ്, അതുകൊണ്ട് വിളിച്ചതാ. എന്നെ സജി എന്ന് വിളിക്കാൻ കാരണം ഞാൻ സജി ആയതുകൊണ്ടാ. അപ്പൊ ഞാൻ ദൈവമക്കളായതുകൊണ്ട് എന്നെ വിളിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം അതിനോട് ആഡ് ചെയ്യാനുണ്ട്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ആമേൻ. നമ്മൾ ഇന്നതാകുമെന്ന് ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ല. അതിനോട് ചേർന്ന് നിങ്ങളൊരു വാക്യം ശ്രദ്ധിക്കണേ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നത് കൊണ്ട് നാം അവനോട്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അവൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ അവനെ കണ്ടാൽ നിങ്ങൾ അവനോട് സദൃശ്യന്മാരാകും. ആഹാ, അവൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ അവനെ കണ്ടാൽ നിങ്ങൾ അവനോട് സദൃശ്യന്മാരാകും. അതെങ്ങനെയാണ് അങ്ങനെ ആകുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കണ്ണാടി നോക്കുക. നിങ്ങൾ കണ്ണാടിയെ നോക്കുമ്പോ കണ്ണാടിക്കകത്ത് നിങ്ങൾ നിങ്ങളെ കാണും, അല്ലേ? നിങ്ങൾ അങ്ങനെ ആയാൽ ഉടനെ കണ്ണാടി നമ്മളെ പോലെ ആവുമോ? ഇല്ലില്ല. കണ്ണാടിയായിട്ട് തന്നെ അവിടെ ഇരിക്കും. നിങ്ങൾ ഒരാളെ കാണുമ്പോ, ഇപ്പോ നിങ്ങളുടെ അവിടെ ഉള്ള പ്രസിഡന്റിനെ കാണുക, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെ MLA കാണുക. അദ്ദേഹം ഇരിക്കുന്നത് പോലെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കണ്ട ഉടനെ നിങ്ങൾ അയാളെ പോലെ ആവുമോ? കളക്ടറുടെ ഓഫീസിൽ ചെന്ന് നിങ്ങൾ കളക്ടറെ പോയി കാണുക, അദ്ദേഹം ഇരിക്കുന്ന ഒറിജിനൽ പദവി ആഡംബരത്തോടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു. അദ്ദേഹം ഇരിക്കുന്നത് പോലെ കണ്ട ഉടനെ നിങ്ങൾ അങ്ങനെ ആവുമോ? ആകത്തില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, അവൻ ഇരിക്കുന്ന പോലെ നിങ്ങൾ അവനെ കണ്ടാൽ നിങ്ങൾ അവനെ പോലെ ആകും. അതിന് കാരണം എന്നാണെന്നറിയാമോ? കൊലോസർ 1:27. കൊലോസർ 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാ ധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നിങ്ങൾ അവനെ പോലെ ആകുന്നപ്പോഴാ അവൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ കാണണം. അവൻ ഇരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ഇരിക്കുന്ന എവിടാ? അവന്റെ റോയൽ പദവി കാണണം. എവിടെ ഇരിക്കുന്നറിയോ? നിങ്ങളുടെ അകത്തിരിക്കുക. അതായത് യേശു ക്രിസ്തു നിങ്ങളുടെ അകത്താ ഇരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവനെ പോലെ ആകാൻ എന്നാ ബുദ്ധിമുട്ട്? അവൻ നിങ്ങളുടെ അകത്തിരിക്കാന്ന് നിങ്ങൾ കണ്ടു. ക്രിസ്തുവിനെ നിങ്ങൾ കാണുന്നത് സ്വർഗത്തിലോ പള്ളിയിലോ ഏതെങ്കിലും രൂപത്തിലോ ഏതെങ്കിലും കെട്ടിടത്തിലോ ഏതെങ്കിലും മലയിലോ ഏതെങ്കിലും പ്രത്യേക വ്യക്തിയിലോ അല്ല. അവൻ ഇരിക്കുന്നത് പോലെ. അവൻ അവിടെ ഇരിക്കുന്ന മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവനായി തന്നെ നിങ്ങൾ കണ്ടെത്തുന്നത്, അതോടുകൂടെ നിങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങൾ അവനെ പോലെ ആയിത്തീരും. കാരണം അവൻ നിങ്ങളുടെ അകത്തിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഞാൻ എന്നെ കാണുമ്പോൾ ഹല്ലേലൂയ സജിയായിട്ട് തന്നെ കാണുന്നു. കാരണം സജി എന്ന് പറയുന്ന വ്യക്തിത്വം എന്റെ അകത്തിരിക്കുക.
ഹല്ലേലൂയ. അതുകൊണ്ട് സജിയെ ഞാൻ കാണുന്നു എന്നിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴാണോ കണ്ടുമുട്ടുന്നത് അന്ന് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അവനെ പോലെ നിങ്ങളായി തീരും 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 തീരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. തകർന്നു പോയ മനുഷ്യനെ അല്ല, ആമേൻ, മരിച്ചുപോയ അബ്രഹാമിനെ അല്ല, മരിച്ചുപോയ ഇസഹാക്കിനെ അല്ല, മരിച്ചുപോയ യാക്കോബിനെ അല്ല, നിങ്ങൾ കാണുന്നത് ദാവീദിനെ അല്ല. ആമേൻ, നിങ്ങളിൽ കാണുന്നത് മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് അകൃത്യങ്ങളെ തകർത്ത് മരണാധികാരിയായ പിശാചിനെ നീക്കി രോഗബന്ധനങ്ങളെ അഴിച്ച് ശാപത്തെ തകർത്ത് മരണഭാഷങ്ങളെ പൊട്ടിച്ചുയർത്തുന്നിട്ട് ഇന്ന് ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ പോലും മാറ്റി ഉയർത്തെഴുന്നേറ്റവൻ എന്റെ അകത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ പോലെ ആകാൻ എന്നാ ബുദ്ധിമുട്ട്? അവൻ ഇരിക്കുന്ന പോലെ നിങ്ങൾ കണ്ടാൽ നമ്മൾ അവനെ പോലെ ആവും. അവൻ ഇരിക്കുന്ന പോലെയാണോ നിങ്ങൾ കാണുന്നതില്ല? വേറെ പല വിധത്തിലാണ് കാണുന്നത്. അവൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവനെ പോലെ ആകും. ഓ പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അവനെ പോലെ ആകുന്നതിന് വിരോധമായി നിൽക്കുന്ന എല്ലാ രോഗ ശാപ ദാരിദ്ര്യങ്ങളും കെട്ടുപൊട്ടട്ടെ. കുറ്റബോധങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അവനെ പോലെ ആകാൻ കർത്താവ് ഈ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ ആമേൻ കാർന്നുന്ന രോഗശക്തികൾ അവനെ പോലെ ആകുന്നതിന് വിരോധമായി ഇവരെ പിടിച്ചു വച്ചിരിക്കുന്ന രോഗാത്മാവ് ഇപ്പോൾ അഴിയട്ടെ, അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ, അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. In the name of Jesus. കർത്താവ് നട്ടെല്ലിന് വേദന അനുഭവിക്കുന്ന, നടുവിന് വേദന അനുഭവിക്കുന്ന അസ്ഥികൾ പൊസിഷൻ മാറിയിട്ട് ഞരമ്പുകൾ കംപ്രസ് ആകുന്ന പോലെ അസ്ഥികൾക്ക് വേദന അനുഭവിക്കുന്ന രാത്രി യേശുവിന്റെ നാമത്തില് ചിലപ്പോഴ് ചില പൊസിഷനിൽ നട്ടലിന് ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ കുറെ നേരം ആ വേദന നിൽക്കും. ഇങ്ങനെ ആ വേദന അതുപോലെ നട്ടലിന് അസ്വസ്ഥത അനുഭവിക്കുന്ന ചിലരെ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് പൊസിഷനിലേക്ക് വരട്ടെ, അത് പൊസിഷനിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഈ രാത്രിയിൽ ഓരോരുത്തരുടെ മേലും ഇൻ ദ നെയിം ഓഫ് ജീസസ് അവനെ പോലെ വെളിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ I break it off in the name of Jesus. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ തന്നെ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. കർത്താവ്, അവൻ ഇരിക്കുന്ന പോലെ അവനെ കാണുമ്പോൾ ക്രിസ്തുവിൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളാണ്. ഞങ്ങളുടെ മേൽ ശാപത്തിനും ദാരിദ്ര്യത്തിനും പ്രതികൂലങ്ങൾക്ക് ഞങ്ങളുടെ മേൽ വാഴാൻ അധികാരമില്ല. ക്രിസ്തുവിൻ ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നതുകൊണ്ട് എല്ലാ ശാപങ്ങളും എല്ലാ ദാരിദ്ര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ അതിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ഇപ്പോൾ തന്നെ രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, ദാരിദ്ര്യങ്ങൾ മാറട്ടെ, കുറ്റബോധങ്ങൾ മാറട്ടെ. ക്രൂശിൽ 4 കാര്യത്തിന് വിടുതൽ നടന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് വിടുതൽ അയച്ചതിനായിട്ട് നന്ദി, ജയം അയച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.